പൂവടയുണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം, ഇടിയപ്പം, പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടിയാണ്. സ്റ്റോറിൽ നിന്നും വാങ്ങിയ അരിപ്പൊടിയാണ്, വീട്ടിൽ പൊടിച്ചെടുത്തതല്ല. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഉപ്പൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പൊടി കുറേശ്ശെയായി ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ വെള്ളം വറ്റിപ്പോകും. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതി. ചില പൊടികൾക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായി വരും. അത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. അതനുസരിച്ച് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വെള്ളം എടുത്താൽ മതി. ഇത്രയും മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ചൂട് പോകുന്നതിന് മുൻപ് തന്നെ ഞാനത് അടച്ചു വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഇനി ഫില്ലിംഗ് തയ്യാറാക്കാം. ചിരകിയ തേങ്ങയിലേക്ക് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് മധുരം ചേർക്കാം. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പൂവട തൃക്കാക്കരയപ്പന് തിരുവോണ ദിവസം രാവിലെ നിവേദിക്കാൻ ഉണ്ടാക്കുന്നതാണ്. പൂവട എന്ന് പറയുമ്പോൾ വെളുത്ത് പൂ പോലത്തെ അട എന്നാണ് മീൻ ചെയ്യുന്നത്. വെളുത്ത് പൂ പോലെ ഇരിക്കണമെങ്കിൽ പഞ്ചസാരയായിരിക്കണം ഇതിൽ ചേർക്കേണ്ടത്. ശർക്കര ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, പൂവടയിൽ മധുരത്തിന് പഞ്ചസാരയായിരിക്കണം ചേർക്കേണ്ടത്. ഫില്ലിംഗ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി മാവ് ഒരു പ്ലേറ്റിലേക്കിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് സോഫ്റ്റ് ആവാൻ എണ്ണയോ നെയ്യോ ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂട് കുറയുന്നത് വരെ ഇതേമാതിരി ഒരു മാഷർ വെച്ചിട്ട് കുഴയ്ക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്യാം. അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടാൻ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മാവിനാവശ്യമായ വെള്ളം വേണം, 10 മിനിറ്റ് അടച്ചു വെക്കണം, പിന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫില്ലിംഗ് വെച്ചിട്ട് മടക്കുമ്പോൾ അട ബ്രേക്ക് ആവുകയില്ല. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെളിച്ചെണ്ണ അട സ്റ്റീം ചെയ്യാനുള്ള ഇഡ്ഡലിത്തട്ടിൽ പുരട്ടി കൊടുക്കണം. അട തട്ടിൽ സ്റ്റിക്കാകാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. ചെറിയ പൂവടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാവ് ഒന്നുകിൽ കൈകൊണ്ട് തന്നെ ഇതേമാതിരി പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്സർ യൂസ് ചെയ്യാം. കൈകൊണ്ട് ഇതേമാതിരി ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഫില്ലിംഗ് വെച്ച് നിറയ്ക്കരുത്. ആവശ്യത്തിന് മാത്രം വെക്കണം. അതിനുശേഷം ഇതേമാതിരി ഫോൾഡ് ചെയ്ത് സീൽ ചെയ്യണം. കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് ഇതേമാതിരി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ സ്റ്റിക്കായി ഇരിക്കും. വേണമെങ്കിൽ അതിൻ്റെ സൈഡ് മടക്കി മടക്കി സീൽ ചെയ്യാം. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതൊരു നല്ല 4 മണി പലഹാരം കൂടിയാണ്. ഇനി സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. 10 മിനിറ്റിന് ശേഷം അത് ഓപ്പൺ ചെയ്തു. പൂവട റെഡി. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.